1925 മാർച്ച് മാസം 8-ാം തീയതി ശനിയാഴ്ച രാവിലെ നമ്മുടെ അഡൽട്ട് ആൻഡ് മെൻസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായിരിക്കുന്ന സാം തോമസിൻ്റെ നേതൃത്വത്തിൽ നടന്നതായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചില ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷമായിട്ട് ചെറിയ ഒരു ടീച്ചിങ് ലെസണും ഒടുവിലായിട്ടുണ്ട്. കേൾക്കുക. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സമയമാണ്. ഓരോ പ്രായത്തിലുള്ളതായ പ്രിയപ്പെട്ടവരൊക്കെ ഓരോ ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് വളരെ എൻജോയ് ചെയ്യുന്നതായ സമയമാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനും സമയം എൻജോയ് ചെയ്യുവാനും ഒക്കെ ഉള്ളതായ ഒരു സമയമാണല്ലോ ഇത്. വളരെ മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പലവിധമായ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെറിയ ചെറിയ ഓരോ ഗ്ലിംസായിട്ട് ദൃശ്യങ്ങൾ പുറകാലെ കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് എല്ലാവരും ഓരോ ബെഞ്ചുകളിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതായ ദൃശ്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതാ ഈ പ്രവർത്തനത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അനേക പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, അധ്വാനിച്ചവർ. പ്രത്യേകിച്ച് യങ് പ്രായത്തിലുള്ളവർക്ക് പാൻകേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഒരു ഭാഗത്തുണ്ടാക്കുന്നു. ഇതാ വേറൊരു കുക്കിംഗ് സെക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർ മുൻപോട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ സാം തോമസ് പാൻകേക്കുകളൊക്കെ ചൂടുപോകാത്ത പാത്രത്തിൽ എടുത്തു വെച്ച് അങ്ങനെ മനോഹരമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. അതിനപ്പുറത്ത് ഏകദേശം 16 പാൻകേക്കുകളോ വെള്ളയപ്പവും ഉണ്ടാക്കുന്ന വലിയ ഒരു കല്ലിലാണ് അവർ ഈ അപ്പമൊക്കെ ചുട്ട് ശേഖരിക്കുന്നത്. ഇവിടെ കുക്കികൾ, അതുപോലെ തന്നെ കേക്കുകൾ, വെറൈറ്റി ഓഫ് കേക്ക്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രായമുള്ളവർക്ക് കഴിക്കുവാനായിട്ട് പ്രയാസമാണെന്ന് മാത്രം, കാരണം വലിയ മധുരമുള്ളതായ ഐറ്റംസ് ആകയാൽ. പാൻകേക്കൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ തിരിച്ചിടുന്നു. അത് കരിഞ്ഞു പോകാതെ അതിൻ്റെ തക്ക സമയത്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് വളരെ പാകത്തിൽ എടുത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സഹോദരിമാരൊക്കെ അങ്ങേപ്പുറത്ത് നിന്നുകൊണ്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. വെള്ളയപ്പമൊക്കെ ചൂട്ടുകൊണ്ടിരിക്കുന്നു. സംഭാഷണങ്ങളൊക്കെ നടത്തുന്നു. ഇങ്ങേപ്പുറത്തും പല സഹോദരിമാരും വളരെ എൻഗേജ്ഡാണ്. അപ്പമൊന്നും കരിഞ്ഞു പോകാതെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചുടുന്നതായ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വളരെ വൈറ്റമിൻ സി ധാരാളമുള്ളതായ ബനാന ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതും വളരെ ആരോഗ്യത്തിന് കാരണമായ നല്ല ഫ്രൂട്ടാണ്. ഇതാ ഇവിടെ മറ്റൊരു സഹോദരന്മാർ മുട്ടക്കറി ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ ശേഖരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുട്ട വളരെ അസുലഭമാണ്, എന്നാൽ അവർ അതൊക്കെ കരുതി ഇത് വാങ്ങിക്കുന്നു. ഇവിടെ വേറൊരു സെക്ഷൻ ഇതാ ഏത്തയ്ക്കാപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുറകിൽ കോർഡിനേറ്റർ നിന്ന് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നറിയാൻ. ഇവിടെ ഇതാ ചിക്കൻ കറിയുടെ മറ്റൊരു രീതിയിലുള്ളതായ ചിക്കൻ കറിയാണ് ശേഖരിക്കുന്നത്. അത് നട്ട്സ് ഇടാതെയും നട്ട്സ് ഇട്ടുമുള്ളതായ ചിക്കൻ കറികൾ ഒക്കെ ഇവിടെ ഇരിക്കുന്നു. ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് മനോഹരമായിട്ട് വയ്ക്കുകയാണ്. ഏത്തയ്ക്കാപ്പം ഒക്കെ റെഡിയായി കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ ട്രേയിൽ എല്ലാം സംഭരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ കാപ്പിയൊക്കെ കുടിച്ച് ഇതിനു വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പാൻകേക്ക് ഒരു ട്രേ നിറച്ച് വെച്ച് കഴിഞ്ഞു. നമ്മളുടെ കുട്ടികൾക്കൊക്കെ പാൻകേക്കാണല്ലോ വളരെ താല്പര്യമുള്ളത്.
അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒക്കെ ധാരാളം ഉണ്ട്. നല്ല കുക്കീസ്, വിവിധ രീതികളിലുള്ളതായ കുക്കീസ്, വിവിധ രീതിയിലുള്ളതായ കേക്കുകൾ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബട്ടർ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഗ്രേപ്സ്, റെഡ് ഗ്രേപ്സ്, ഗ്രീൻ ഗ്രേപ്സ് മുതലായവയൊക്കെ പ്രായമുള്ളവർക്ക് കഴിക്കുവാൻ അല്പം പ്രയാസമാണെങ്കിൽ തന്നെയും പ്രായക്കുറവുള്ളവർക്ക് വളരെ ഇഷ്ടമുള്ളതായ ഫുഡാണല്ലോ ഇത്. ഡങ്കിൻ ഡോണറ്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് വളരെ താല്പര്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ മൻച്കിൻ എന്ന് പറയുന്നതായ സാധനമുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ ട്രേയിൽ ഒക്കെ പല രീതിയിലുള്ളതായ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാട്ടർ മെലോണുണ്ട്, പല രീതിയിലുള്ളതായ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നല്ല കോഫിയുടെ സെക്ഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഡങ്കിൻസ് കോഫി എന്ന് പറയുന്നത് വളരെ നല്ല ബ്രാൻഡാണ്. അതിങ്ങനെ നല്ല മനോഹരമായ കോഫി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ചൂടോടെ ഈ കാപ്പിക്കകത്ത് അല്പം പാലൊഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല എനർജി കിട്ടുന്നതായ ഒരു എക്സ്പീരിയൻസാണ്. ദാറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ജ്യൂസ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതായ ജ്യൂസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും മനോഹരമാണ്. ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ബിസി സീനാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാൻ വേണ്ടി എല്ലാം തയ്യാറെടുപ്പോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരവർക്ക് ആവശ്യമുള്ളതായ ഫുഡൊക്കെ അവരവരുടെ പ്ലേറ്റിൽ എടുത്തുകൊണ്ട് ഈ സെർവിങ് സ്റ്റേഷനിൽ നിന്നും അവരവരുടെ സീറ്റുകളിലേക്ക് പോകുന്നു. അവരവരുടെ സംഭാഷണങ്ങൾ ഒക്കെ അവർ ഇങ്ങനെ ആരംഭിക്കുന്നു. അങ്ങനെ മനോഹരമായ ഒരു സമയമായിരുന്നു ഇത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സെൽഫ് സെർവിങ് ആണ്, എന്നാൽ തന്നെയും സെർവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അല്പം മുമ്പ് കണ്ടത് ഉണ്ണിയപ്പമാണ്. വളരെ അസുലഭമായി ലഭിക്കുന്നതായ ഭക്ഷണമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. എങ്കിലും നമ്മുടെ പഴയ നാട്ടിലെ കേരളത്തിൻ്റെ ഓർമ്മ ഒന്നുകൂടെ ഓർക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ളതായ ഉണ്ണിയപ്പം മുതലായ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ നമ്മുടെ സംസ്കാരം ഒന്നുകൂടെ ഓർക്കുന്നതിന് സഹായിക്കും. വീഡിയോ വളരെ നീണ്ടു പോകാതിരിക്കുവാൻ വേണ്ടി വളരെ ചുരുക്കമായിട്ട് ഓരോ ഫ്ലാഷ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് പലർക്കും നീണ്ട വീഡിയോകൾ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഷോർട്ടായിട്ടുള്ള വീഡിയോ എത്രയും ഷോർട്ടാക്കുവാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എൻജോയ് ചെയ്തു. പ്ലേറ്റുകളൊക്കെ ടേബിളിൽ നിന്നും എടുത്തുകൊണ്ട് വേസ്റ്റിലേക്ക് കളഞ്ഞതിന് ശേഷമായിട്ട് അടുത്തതായിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടിയുള്ളതായ ഒരുക്കമാണ്. എനിവേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മനോഹരമായിരുന്നു, വളരെ സ്വാദുള്ളതായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാവരും വയറ് നിറയെ കഴിച്ചു. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് അല്പം ടീച്ചിങ് ഫോൺ എല്ലാവരും കയ്യിലുണ്ടല്ലോ അല്ലേ? ഫോൺ ബൈബിളുണ്ടോ? ഫോൺ എടുത്തോ, ഒരു പ്രാവശ്യം കാര്യമായിട്ട് പറയാം. ഫോൺ ആരാധന കിട്ടോ? കാര്യം ബൈബിളാരും കൊണ്ടുവരാനുണ്ടാ കഴിക്കാൻ വന്നിട്ട് പിന്നെ അതോടെ അമ്മണിയാൻ്റെ തന്നെ വായിക്കണം. അമ്മണിയാൻ്റെ തന്നെ വായിക്കും, പറയുമ്പോൾ സൂക്ഷിക്കണം. നമ്പേഴ്സ് നമ്മൾ ആരുമുണ്ട്, വി ഡോണ്ട് യൂഷ്വലി റീഡ് നമ്പേഴ്സ്. The reason is numbers is numbers. Numbers കുറേ നെയിംസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടൊരു മെഡിറ്റേഷൻ പേർപ്പസിന് വായിച്ചിട്ടില്ല. എന്നാൽ അതിൽ 1-ാമത്തെ അധ്യായത്തിലെ just few verses from chapter 1, then I'll just share a simple truth that applies to us who are family. Let's read verses 1 to 4. 1 തൊട്ട് 4 വരെ ഒന്ന് വായിച്ചു. അപ്പോൾ ഞാൻ വായിച്ചോ, സോറി. ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. ഓരോ ഗോത്രത്തിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോടുകൂടെ നിൽക്കേണ്ടുന്ന പുരുഷന്മാരുടെ പേരാണ്. So എന്താണ് നമ്മളിവിടെ what are we learning? We always ask this question, why is God so worried about the families, the names, the head of the family, relationships? Why would God separate at least 2 books for that? എന്തുകൊണ്ട് കർത്താവ് 2 പുസ്തകങ്ങൾ ഇതിനു വേണ്ടി? ഒരിക്കലും ഒരു പ്ലസന്റ് റീഡിംഗ് അല്ല. എന്തുകൊണ്ടാണ്? ഒറ്റ ആൻസറേ ഉള്ളൂ, God cares about us, ഇല്ലേ? ദൈവത്തിന് ഫാമിലീസ് ഇമ്പോർട്ടൻ്റ് ആ, ദൈവത്തിന് ബന്ധങ്ങൾ ഇമ്പോർട്ടൻ്റ് ആ, ദൈവത്തിന് കുഞ്ഞുങ്ങൾ ഇമ്പോർട്ടൻ്റ് ആ, ദൈവത്തിന് ജനറേഷൻ ഇമ്പോർട്ടൻ്റ് ആ. അതുകൊണ്ടാണ്. പക്ഷേ ഈ ഫാമിലിയെ പറ്റി പറയും, ഓൾവേസ് ചർച്ച് ഈസ് എ ഫാമിലി. സഭ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ പീപ്പിൾ ഓഫ് ഇസ്രായേൽ വെൻ ദേ ലെഫ്റ്റ് ഈജിപ്റ്റ്, ബിഫോർ ദേ ലെഫ്റ്റ് ഈജിപ്റ്റ് അവർ വളരെ ഒരു അൺഡിസിപ്ലിൻഡ് പീപ്പിൾ ആയിരുന്നു. ദേ ഡിഡ് നോട്ട് ഹാവ് എ കോർഡിനേഷൻ, ദർ വാസ് നോ സ്ട്രക്ചർ, ദേ വർ സ്പ്രെഡ് ഔട്ട്, ദേ ഡിഡ് നോട്ട് ഹാവ് എ ലീഡർ, ദേ ഡിഡ് നോട്ട് ഹാവ് ഫാമിലി ഹെഡ്സ്, നത്തിങ്. ദേ വർ സ്പ്രെഡ് ഔട്ട് ഓൾ ഓവർ. അവിടെ ആകെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ wake up in the morning, do some hard work, come home, rest, again wake up in the morning. No hope in life. ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. They are the slaves, they are working for someone else, they are not getting any money, barely food, അവരുടെ ഡ്രീം ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. Then God delivered them. അത് നമ്മുടെ സാൽവേഷൻ എക്സ്പീരിയൻസ്. God delivered them. But from the moment that God delivered them, what God wanted to establish was, they were established in ആഗ്രഹിച്ചത്, our God is a God of discipline, structure and order. Ramen പറഞ്ഞേ. So the message that God wants to share with His people is, our God is a God of order, discipline and structure. അപ്പൊ ഇവിടെ ഫാമിലീസ് ആണ്. ഞാൻ സാമിച്ചാൻ പറഞ്ഞാൽ സുവർണകാലത്തിൽ എത്തിയവരെ ഈ ചാർട്ട് കൊടുത്ത് പഠിപ്പിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ 75 കഴിഞ്ഞ ഭാഷമാരെ ചാർട്ട് കാണിച്ച് പഠിപ്പിക്കത്തുള്ളൂ. നിങ്ങൾ എന്നെ കിളവനാക്കരുത്. ഒരു ചെറിയ കാര്യം പറയാം, നാട്ടിൽ സെൻട്രൽ ഭാഷമാർ ചെയ്യുന്ന പരിപാടിയെ ചാർട്ട് കാണിച്ച് പഠിപ്പിക്കും. പക്ഷെ ഒരു സത്യം പറയാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുവാണ്, നമുക്ക് മെസ്സേജിനെ ഇങ്ങനെ പറയാം, ഗോഡ് അറ്റ് ദ സെന്റർ. പറഞ്ഞാട്ടെ, ഗോഡ് അറ്റ് ദ സെന്റർ. ചർച്ച ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗോഡ് മസ്റ്റ് ബി അറ്റ് ദ സെന്റർ. നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് അസൈൻമെന്റ്സ് ഉണ്ട്, എനിക്ക് പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ട്, എനിക്ക് പ്ലാനിങ്, ഇറ്റ്സ് എവരിതിങ് ദേർ. പക്ഷെ ഗോഡ് ടോട്ട് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ സംതിങ്. ഇഫ് യു പുട്ട് ഗോഡ് അറ്റ് ദ സെന്റർ, അതിലൂടെ ഇതെല്ലാം വരും. ഇഫ് യു പുട്ട് ഗോഡ് അറ്റ് ദ സെന്റർ, അതിലൂടെ മണി വരും, ജോലി ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടും, നമുക്ക് നമ്മുടെ 24 hours അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കാൻ പറ്റും, ബൈബിൾ വായിക്കാൻ സമയം വേർതിരിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കാൻ പറ്റും. ഇഫ് യു പുട്ട് ഗോഡ് അറ്റ് ദ സെന്റർ, then you have time for everything. സോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ ദൈവം ഇവരെ കൊണ്ടുവന്നേ ഭാഷയ്ക്ക് വന്നു, കണ്ണാടിയിൽ വന്നല്ലോ അല്ലേ?
ഞാൻ ഈ പറയുന്നത് കാണിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവോ? ഒരുവിധം. ഇതാണ് ടാബർനാക്കിള്, ഇതാണ് ടെന്റ്, ഇതെല്ലാം ഫാമിലീസാണ്. നമ്മളിപ്പോ പല ഏരിയാസ് ഉണ്ടല്ലോ. ഞാൻ ഭാഷ ജോസഫ് ലെവിറ്റോണിൽ താമസിക്കുന്നു, സാമിന്റെ ന്യൂഹാൻബർഗ് ഇപ്പൊ ഞങ്ങളുടെ ദേശത്ത് വന്നു, സണ്ണിച്ചാരന്റെ ന്യൂഹാൻബർഗ് താമസിക്കുന്നു, നമ്മുടെ വേറെ കുറച്ച് പേര് സ്മിത്ത് ടൗണിൽ താമസിക്കുന്നു, വേറെ കുറച്ച് പേര് പറഞ്ഞേക്കാം ഫ്ലോറൽ പാർക്ക് താമസിക്കുന്നു, 2-3 ഫാമിലീസ് ബെൽറോസിൽ താമസിക്കുന്നു, ജെയ്സൺ ഏരിയ എല്ലാം കൂടെ എൽമോണ്ടിൽ താമസിക്കുന്നു, ഈസ്റ്റ് മെഡോയിൽ നമ്മൾ കുറെ ഫാമിലീസ് താമസിക്കുന്നു, മിനിയോളെ താമസിച്ചു. അത് പറഞ്ഞില്ലേ പിന്നെ മിനിയോളെ നമ്മൾ പ്ലേവ്യൂ മതി ആൽബർട്ട്സൺ ഇവിടെ നല്ല ആൾക്കാരുണ്ട് നമുക്ക്. സി അപ്പൊ ഇങ്ങനെ ഓർത്തേ, ഇങ്ങനെ ആൾക്കാർ താമസിക്കാം ന്യൂഹാൻബർഗ് മിനിയോളെ എല്ലാം. അപ്പൊ പാസ്റ്റർ നമുക്ക് താമസിക്കാൻ വീട് വേണം. നമുക്ക് കുടുംബമുണ്ട്, അപ്പനും അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് ഇതെല്ലാം പറഞ്ഞു. നമുക്ക് ഷെൽട്ടർ വേണ്ട. വാട്ട് ആർ ദ 3 ബേസിക് നീഡ്സ് ഓഫ് പീപ്പിൾ? ഫുഡ്, ഷെൽട്ടർ ആൻഡ് വാട്ടർ. ഇല്ലേ? ഇത് നമുക്ക് വേണം. കർത്താവ് ഇതെല്ലാം കൊടുത്തു. പക്ഷെ ഇവരെ ഇങ്ങനെ 4 സൈഡ് താമസിച്ചേച്ച് പറഞ്ഞു, ഐ മസ്റ്റ് ബി ഇൻ ദ സെന്റർ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കും, ആദ്യം കാണുന്ന തമ്പുരാനെയായിരിക്കണം. ആമേൻ. ഡോർ തുറന്ന് ആദ്യം കാണുന്ന തമ്പുരാനെയായിരിക്കണം. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നോക്കിയിട്ട് വെളിയിലോട്ട് ഇറങ്ങാം. ഹലോ സംബഡി, വാട്ട് ഈസ് ചർച്ച് ഓൾ അബൌട്ട്? നമുക്ക് ഫുഡുണ്ട്, നമുക്ക് കാര്യങ്ങൾ ഫണ്ടുണ്ട്. നിങ്ങളെല്ലാവരും ഫണ്ട് ലവിങ് പീപ്പിളാണ്. എനിക്കങ്ങനെ അതില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഫണ്ടും വേണം, ഫുഡും വേണം, എല്ലാം ഇമ്പോർട്ടൻറ്റ്. അതില്ല എന്തോ ഒരു ബോറിംഗ് ആണ് നമ്മുടെ ലൈഫ്. വി നീഡ് ദാറ്റ്. വി ക്യാൻ ഹാവ് ഓൾ ഓഫ് ദിസ് ആൻഡ് സ്റ്റിൽ ഹാവ് ഗോഡ് അറ്റ് ദ സെന്റർ. വി ക്യാൻ ഹാവ് ഫുഡ്, we can have fun, we can have fellowship, we can have money, we can have job, everything, but we can still do it with God at the center. ഇല്ലേ? എന്നുവെച്ചാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. എന്താ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഉദ്ദേശിച്ചത്? എല്ലാവരും ചർച്ചിനെ ഇങ്ങനെ ഒന്ന് കണ്ടാൽ ചർച്ചായിരിക്കും നമുക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് വരാൻ. സത്യം, എല്ലാവർക്കും ചർച്ചിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടായാൽ നമുക്ക് ചർച്ചിലോട്ട് പോകാൻ ഭയങ്കര ഫണ്ണായിരിക്കും. ഞാൻ വളർന്നു വന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറയാ, ചർച്ചിൽ പോവാന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടമായിരുന്നു. ഐ ആം ടെല്ലിങ് യു. സ്കൂളിൽ ചട്ടി വന്ന് കളിക്കായിരുന്നു, പക്ഷെ ചർച്ചിൽ പോവാന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം ചർച്ച എന്ന ആൾക്കാർക്ക് ഷോപ്പിങ്ങിന് പോകുന്ന ചർച്ചിലെ 4-5 സഹോദരങ്ങൾ ഒരുമിച്ചായിരുന്നു. പറമ്പിലെ പണിയെടുക്കുന്ന ചർച്ചിലെ 4-5 സഹോദരങ്ങൾ ഒരുമിച്ചായിരുന്നു. എല്ലാത്തിനും ചർച്ചായിരുന്നു. ഈ അഡൽസും മെൻസും എല്ലാ പ്രായക്കാരും വന്നവരോട് ഞാൻ പറയുക, നമ്മൾ ദൈവത്തെ സെന്ററിൽ വെച്ചാൽ ചർച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. You know, church will be a place where we'll be excited to come. എനിക്ക് സമയമില്ലെങ്കിൽ ഇത് ഞാൻ 2-3 പാസ്റ്റർ ജോസ് ഇതിന്റെ ഈസ്റ്റ് പറഞ്ഞു ഞാൻ പണി കൊടുക്കും. ഈസ്റ്റ് അവിടെയുള്ള ഫാമിലീസ് ഒന്ന് വായിച്ചേ. നിങ്ങൾ ശരിക്കും നോക്കിയാല് ദൂരെ നോക്കിയാൽ ഇത് ക്രോസ് ആണ് കേട്ടോ. ദൂരെ നോക്കിയാൽ ഈ ഫാമിലീസ് താമസിക്കുന്ന ഡയഗ്രം നോക്കിയാൽ എഞ്ചിനീയേഴ്സ് ഒരു എഞ്ചിനീയർ പെർസ്പെക്റ്റീവ് നോക്കിയാലുണ്ടല്ലോ, ദൂരെ നോക്കിയാൽ ക്രോസ് പോലെ കാണുന്നത്. ഈ ഫാമിലീസിന്റെ താമസം നോക്കിയാൽ ദൈവം എന്തിനായിട്ട് ഡിസൈൻ ചെയ്തില്ലേ, ക്രോസ്. അപ്പൊ ഈസ്റ്റിൽ ആരൊക്കെയാണ്? ഇസക്കാർ, സെബുലൂൻ, ജൂഡ. അവർക്കൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ഈസ്റ്റിൽ 3 ഫാമിലി താമസിക്കുന്നത്. അവരുടെ അസൈൻമെന്റ് എന്തായിരുന്നു അറിയോ? ലിസൺ, ലീഡർഷിപ്പ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് പീപ്പിൾ. അവരുടെ അസൈൻമെന്റ് എന്തായിരുന്നു? ലീഡർഷിപ്പ് ആൻഡ്. ഈ ഫാമിലിയുടെ ഉത്തരവാദിത്വമായിരുന്നു. ചർച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, എലക്ടഡ് പൊസിഷൻസ് ഉണ്ട്, എല്ലാം ചർച്ചിലുണ്ട്. ബട്ട് നോബഡി ഈസ് വിത്തൗട്ട് എ റെസ്പോൺസിബിലിറ്റി. എല്ലാവരും ഒരു റെസ്പോൺസിബിലിറ്റി വേറെ ചെയ്യുമ്പോഴാണ് ദൈവസഭ അനുഗ്രഹിക്കപ്പെടുന്നത്. വേറെ 3 പേരുടെ ഫാമിലിയുടെ പറയാം. പാസ്റ്റർ വെസ്റ്റ് കാണിച്ച്, സൗത്ത് കാണിച്ച്. സൗത്ത് ഗാദ്, സിമിയൻ, രൂബൻ. യെസ്. അപ്പൊ ഗാദ്, സിമിയൻ, രൂബൻ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിയാമായിരുന്നു? സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ. പറഞ്ഞാണ്ട് സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ.
പറയട്ടെ, ദൈവം അസൈൻ ചെയ്ത് പോയി നമ്പേഴ്സ് വായിക്കുക. നമ്മളാരും അൺഫോർച്ചുനേറ്റ്ലി നമ്പേഴ്സ് വായിക്കുന്നില്ല, അതാ പ്രശ്നം. വീട്ടിൽ പോയി നമ്പേഴ്സ് വായിച്ച ദൈവ അസൈൻമെന്റ്. നിങ്ങളുടെ ഉത്തരവാദിത്വം ജനത്തിന്റെ മുഴുവനും സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ മേക്ക് ഷുവർ ചെയ്യണം. ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്തും. പാസ്റ്റർ വെസ്റ്റ് വായിക്കും. എഫ്രൈം, മനശ്ശെ, ബെഞ്ചമിൻ. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നായിരുന്നെന്ന് അറിയാമോ? They have to make sure the promise and the covenant is continued. ദൈവം തലമുറകളായി പറഞ്ഞ പ്രോമിസും കവനന്റും പ്രൊട്ടക്റ്റഡ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുന്ന അവർ റെസ്പോൺസിബിലിറ്റി. നമ്പർ 4, നോർത്ത് വാലി, നഫ്താലി, ദാൻ, ആശർ. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു ചോദിച്ചാൽ, they guarded the people they guarded the people and they were always ready for war. എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ വാറിന് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ മുന്നിൽ നിൽക്കേണ്ടത് അവരായിരുന്നു. വാട്ട് ആം ഐ ട്രൈയിങ് ടു സേ? നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുക. നമുക്കിതെല്ലാം വേണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും when God is at the center. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നടക്കും, നിങ്ങളുടെ സേഫ്റ്റി നടക്കും, നിങ്ങളുടെ സപ്ലൈ നടക്കും, നിങ്ങളുടെ നീഡ് നടക്കും, നിങ്ങളുടെ ഗൈഡൻസ് നടക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ നടക്കും, എല്ലാം നടക്കും when God is at the center. ആമേൻ. പിന്നെ എപ്പോഴും സമയമുള്ളപ്പോൾ ഞാൻ ബാക്കി പ്രസംഗിക്കാം. What am I trying to say? എന്റെ as a pastor, I'm just looking at the church and I'm sharing this burden. നമ്മളെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ഭയങ്കര ഹെവിലി എന്ന് ഇൻവോൾവ് ആണ്. 2 പേര് വന്നാൽ 200 പേര് വന്നാലും ഞാൻ ഒരുപോലെ പ്രസംഗിക്കത്തുള്ളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെന്റ് സഭയെ കുറിച്ചൊക്കെ വേണം. പ്രാർത്ഥന, കൂട്ടായ്മ, ആരാധന. നമ്മുടെ ഈ തണ്ടും തടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോകും. ഒടുവിൽ നമുക്ക് തമ്പുരാനില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റത്തില്ല സാഹചര്യം. അതുകൊണ്ട് ദൈവം ആയുസ്സും ആരോഗ്യം തരുമ്പോൾ നമ്മളെ കൊണ്ടാകുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്. നമ്മൾ എന്നാ പ്ലാൻ ചെയ്താൽ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, മില്യനേഴ്സിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് സുവിശേഷത്തിന്റെ പേരിൽ. ഒന്നുമില്ലാത്ത ചെറ്റക്കൂടിൽ കിടന്നിട്ടുണ്ട് ഞാൻ സുവിശേഷത്തിന്റെ പേരിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും നമുക്ക് ഗ്യാരണ്ടീഡ് അല്ല. പക്ഷെ ഈ തമ്പുരാൻ നടുക്കുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവനെ നമുക്ക് കാണണം, അവന്റെ തേജസ് നമുക്ക് കാണണം, അവന്റെ ശബ്ദം നമുക്ക് കേൾക്കണം, അവൻ നമ്മളെ ഗൈഡ് ചെയ്യണം. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു ധൈര്യം വേണം. ഞാൻ ലെക്സസ് ഓടിക്കുന്നതുകൊണ്ടല്ല എന്റെ പ്രൊട്ടക്ഷൻ. രാവിലെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയത് കൊണ്ട്, ഓ ഹല്ലേലൂയ, അവന്റെ ശബ്ദം ഞാൻ കേട്ടത് കൊണ്ട്, അവന്റെ വചനം ഞാൻ ധ്യാനിച്ചത് കൊണ്ട്, പ്രിയ ജോണിച്ചാൻ പറഞ്ഞതുപോലെ എനിക്കറിയാം അവന്റെ കരുതൽ എന്റെ കൂടെ ഉണ്ട്. എന്റെ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ടല്ല, പക്ഷെ ഇന്നത്തെ അസൈൻമെന്റ് ചെയ്യാനുള്ള ആരോഗ്യം അവൻ എനിക്ക് തരും. ആമേൻ. God will when you put God at the center. നമ്മൾ ഈ മിനിസ്ട്രി എല്ലാം ചെയ്യുമ്പോൾ, ഇന്നലെ യങ് കപ്പിൾസിന്റെ ഒരു പവർഫുൾ ടൈം ഓഫ് വേർഷിപ്പ് പാർസണലി വെച്ചുണ്ടായിരുന്നു. പവർഫുൾ ടൈം. എനിക്കറിയാം ആ ആരാധന സീലിംഗ് തട്ടി നിന്നില്ല, അത് ഉയരത്തിൽ ചെന്നിട്ടുണ്ട്. അവിടെ കഴിച്ച് പ്രാർത്ഥന അവിടെ ചെന്നിട്ടുണ്ട്. വട്ടവർ നമുക്ക് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. സാമിച്ചാൻ പറഞ്ഞ പോലെ ഞാനിവിടെ വന്നപ്പോൾ നോക്കിപ്പെടുത്ത സീനിയേഴ്സിന് ഒന്നുമില്ല. നമ്മൾ ചെയ്ത കാര്യം നല്ലതാ. ഏത് പ്രായക്കാർ ഏത് മിനിസ്ട്രി ചെയ്താലും ഒരൊറ്റ അഡ്വൈസ് എനിക്ക് പറയാനുള്ളൂ, ഗോഡ് ബി അറ്റ് ദ സെന്റർ. സഭയുടെ സെന്റർ, നമ്മുടെ എല്ലാവരും സെന്റർ. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു സമയത്ത് എനിക്ക് ഒരു പാട്ടിന്റെ ചരണം, എനിക്ക് പാടാൻ പറ്റത്തില്ല. പാട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും ഈ തന്നെ ആളുകളിൽ പാടി വളരെ ത്രില്ഡായ ഒരു, എന്താ നാട്ടുഭാഷ പറഞ്ഞ ഹിറ്റായ ഒരു പാട്ടാ, തലമുറ തലമുറയായി. ഞാൻ പാടുന്നില്ല. അത് എഴുതിയത് കോട്ടയംകാരൻ കാനത്ത്, നമ്മുടെ കാനക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കോട്ടയം അതിനടുത്ത ഉള്ള സ്ഥലത്തെ സാമ്പടിഞ്ഞാറക്കര എഴുതി. നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ചിലെ 2 വർഷം മുമ്പ് റിട്രീറ്റിന് പോയി കാനഡയിൽ. അപ്പൊ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, എന്തോ ഈ പാട്ടുകളൊക്കെ എഴുതാനുള്ള കാരണം. ഒരു നല്ല പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചോളം ചെറുക്കാം. അവൻ കല്യാണം കഴിച്ചേക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാർ ഒരു പെങ്കച്ചാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ പാടുന്ന ഹിറ്റ് പാട്ടുകൾ പലതുണ്ട്. എന്നോട് പറഞ്ഞു, ഭവനത്തിൽ അനുഭവിച്ചിട്ടുള്ള ദൈവകൃപ കൊണ്ടാണ് ഈ പാട്ടുകൾ വന്നത്. നമ്മുടെ വീട്ടിൽ ദൈവം നടുക്കുണ്ടെങ്കിൽ അറിയാതെ സ്വപ്നം വരും, ആരാധന വരും, പാട്ട് വരും. നമുക്ക് ആ പാട്ടിന്റെ 2 ചരണം പാടിയിട്ട് ആ CM മംഗള് കൺക്ലൂഡിംഗ് പ്രയർ നടത്തുന്നതായിരിക്കും. ആമേൻ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ.